താങ്ക്സ് ടു മാക്സിവിഷൻ അഡ്വാൻസ്ഡ് ഐ കെയർ സർജറി. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. ഞങ്ങൾ നോക്കിക്കൊള്ളാം. വടക്കാഞ്ചേരിയിലെ മിന്നൽ പ്രളയത്തിൽ ഒഴുകിയെത്തി കുമ്മായച്ചിറയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ NCC കേഡറ്റുകൾ, വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗവും ജീവനക്കാരും സംയുക്തമായി നീക്കം ചെയ്തു. കുത്തിയൊലിച്ചു വന്ന ഒഴുക്കുവെള്ളത്തിൽ വടക്കാഞ്ചേരി പുഴയിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ചണ്ടി മാലിന്യങ്ങൾ പുഴയുടെ ഒഴുക്കിന് തന്നെ ഗതി മാറ്റിയിരുന്നു. പ്ലാസ്റ്റിക്കും തെർമോക്കോളും കിടക്കയും തലയണയും ഉൾപ്പെടെ കുമ്മായച്ചിറയിൽ അടിഞ്ഞുകൂടി പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുകയും ഇതേ തുടർന്ന് പുഴ ഗതിമാറി ഒഴുകുകയും ചെയ്തിരുന്നു. അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ശനിയാഴ്ച രാവിലെ ശ്രീ വ്യാസ കോളേജിലെ 20ഓളം വരുന്ന NCC കേഡറ്റുകളും NCCയുടെ ചുമതലയുള്ള അധ്യാപകൻ ഉണ്ണികൃഷ്ണന്റെയും വടക്കാഞ്ചേരി നഗരസഭ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത്തിന്റെയും ജീവനക്കാരൻ ഗിരിജന്റെയും നേതൃത്വത്തിൽ മാലിന്യ നീക്കം ആരംഭിച്ചു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയത് പുഴ വഴിമാറി ഒഴുകുന്നതിനും വെള്ളക്കെട്ടിനും കാരണമായി എന്ന് അധ്യാപകനായ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിൽ ഓരോ ആളുകളും കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പ്ലാസ്റ്റിക്കും മറ്റ് സാധനങ്ങളും വലിച്ചെറിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതെല്ലാം വന്ന് ഇവിടെ അടിഞ്ഞിരിക്കുകയാണ്. വളരെ ദുഷ്കരമാണ് ഇത് വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഈ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുമ്പോൾ വളരെയധികം നമ്മൾ വലിച്ചെറിയാതെ വീടുകളിൽ കൊണ്ടുപോയി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്ന ഒരു രീതിയും കൂടി നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി എടുക്കണമെന്നാണ് എനിക്കിവിടെ പറയുന്നത്. ഏതാണ്ട് 25ഓളം കേഡറ്റ്സുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ പേരെ നിർത്തി പണിയെടുപ്പിക്കാനുള്ളൊരു ഇടക്കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ 25 കേഡറ്റ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചണ്ടി വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ചാക്കിലുള്ള വേസ്റ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അതിനിടയ്ക്ക് പല തരത്തിലുള്ള ജീവികളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കുട്ടികൾ വളരെയധികം വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.